ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഒരു സാധാരണ പള്ളിയിൽ ഉസ്താദായിട്ട് തുടങ്ങി ഇന്നൊരു വലിയ 8 കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ് സലീം ഉസ്താദ്. ഉസ്താദ് അക്കാദമി ശരിക്കും പേര് പോലെ തന്നെ നല്ല കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ്. എന്താണ് ഉസ്താദ് അക്കാദമി? എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? ഉസ്താദ് അക്കാദമി തുടങ്ങിയതിന് മുന്നിൽ ചെറിയൊരു കഥയുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. ഞാനൊരു പള്ളിയിലെ ഇമാമായിരുന്നു. എറണാകുളം ടൗണിൽ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട പള്ളിയിലെ ഇമാമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മനോരമ പത്രത്തിൻ്റെ ഒരു കട്ടിങ് കാണുകയാണ്. എറണാകുളത്ത് സെൻറ്റ് തെരേസസ് കോളേജിൽ വെച്ച് വിക്കിപീഡിയയുടെ ഒരു സെമിനാർ നടക്കുന്നു എന്നുള്ളതായിരുന്നു അതിൽ വന്ന ന്യൂസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ഞാനത് ഫ്രീ ആയിരുന്നത് കൊണ്ട് ഞാനത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സെൻറ്റ് തെരേസസ് കോളേജിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്നും കൃത്യമായിട്ടുള്ള ഒരു IT മോഡലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി. ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ്ങോട് കൂടിയായിരുന്നു അവിടെ പോയിരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പരിപാടി അല്ല എന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന സെബാസ്റ്റ്യൻ പനക്കൽ എന്ന് പറയുന്ന സാറ് കയറി വന്നു. എന്നോട് ചോദിച്ചു, എന്താണ് തിരിച്ചു പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഒന്നല്ല, അതുകൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിന് നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ചതാണോ എന്നറിയാൻ. സോ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്ലീസ് കം ആൻഡ് അറ്റൻഡ് ദി ക്ലാസ്. ഞാൻ അവിടെ പോയി ഇരുന്നു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് 2008 ഈ സംഭവം നടക്കുന്നത്. 2008 അന്ന് സൂം, ഗൂഗിൾ മീറ്റ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമുകളും വരാത്തൊരു കാലമാണ്. അദ്ദേഹം എന്ന് പരിചയപ്പെടുത്തിയത് സ്കൈപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനായിരുന്നു. സ്കൈപ്പ് ത്രൂ എങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ക്ലിക്കായത് മദ്രസ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ വളരെ നന്നാവുന്നുള്ളതായിരുന്നു. പുറത്ത് ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സംവിധാനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് US പോലുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ അതിന് ഈ പ്ലാറ്റ്ഫോം ഉപകാരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുകയും അദ്ദേഹം അപ്പം തന്നെ എനിക്കൊരു സ്കൈപ്പ് ID ഉണ്ടാക്കി തരികയും ചെയ്തു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാം അതൊരു പ്രൊമോഷന് വേണ്ടി നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. കാരണം അതിൻ്റെ പിന്നിൽ പെയ്ഡ് ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പെയ്ഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ്സിന് 3000 ഫീസ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് പള്ളിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സാലറി 1800 രൂപയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അഫോർഡബിൾ അല്ലായിരുന്നു പേയ്മെൻറ്റ്. സോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പല പ്രാവശ്യം പോയി സംസാരിച്ചു. അവസാനം അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ എനിക്ക് ആവശ്യമുള്ളൊരു ടൂൾ വൈറ്റ് ബോർഡായിരുന്നു, കുട്ടികൾക്ക് അക്ഷരം എഴുതി പഠിപ്പിക്കാൻ പറ്റുന്ന. അത് ഇഡ്രു എന്ന് പറയുന്നൊരു ബോർഡ് അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മഹലിൽ തന്നെയുള്ള ചില ആളുകളുടെ മക്കൾ വിദേശത്ത് USA പഠിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് ഞാൻ ഈ സ്കൈപ്പ് ഉപയോഗിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്. അന്ന് ഈ ടെക്നിക്കലി നോളജൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഈ സ്കൈപ്പൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് അപ്പോൾ അന്ന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഉപയോഗമൊക്കെ? യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനോട് നേരത്തെ തന്നെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഈ ടെക്നോളജിയോട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സൈറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പേജൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ പേരിൽ ഞാൻ സൈറ്റുകൾ ഉണ്ടാക്കിയിടും. കുറേ കഴിയുമ്പോൾ ആ സൈറ്റ് റിന്യൂ ചെയ്യാതെ പോകും. അതുപോലെ മെയിൽ ID, എൻ്റെ ഒറിജിനൽ പേര് വെച്ചിട്ടാണ് മെയിൽ ID. അതിനകത്ത് നമ്പേഴ്സോ വേറോ ഒന്നും എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അന്ന് ഞാൻ ഉണ്ടാക്കിയ മെയിൽ ID ആണ്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മെയിൽ ID ഉണ്ടാക്കിയിട്ടുണ്ട്. 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മെയിൽ ID ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അന്നതേപോലെ 1-to-1 കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾക്ക് രാവിലെ ഒരു ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് നിസ്കാരത്തിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്ത് ക്ലാസ് എടുക്കും. അധിക ക്ലാസ്സുകളും മിഡ് നൈറ്റിലാണ് നടക്കുക. കാരണം ആ സമയത്ത് ഇതൊരു ബിസിനസ്സായിട്ടല്ല ഞാൻ തുടങ്ങിയത്. ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അതിലൂടെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുച്ഛമായൊരു സാലറിയാണ് എനിക്ക് പള്ളിയിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ. എത്ര കുട്ടികൾ ആദ്യ സമയത്തുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ 2 കുട്ടികളെ വെച്ചിട്ടാണ്, USA 2 കുട്ടികളെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നും ഉസ്താദ് അക്കാദമിയിൽ നിന്ന് തന്നെ
പേരിട്ടിട്ട് എല്ലാവരും നമ്മളെ വിളിക്കുന്നത് ഉസ്താദ് എവിടെയാണ്, ഉസ്താദിനെ കണ്ടില്ലല്ലോ, ഉസ്താദ് എന്നായിരുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള അഭിസംബോധന ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ അത് തന്നെ പേരാവട്ടെ എന്ന് കരുതി. പിന്നെ ഉസ്താദ് എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റി ആണല്ലോ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി ആണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദ് നിട്ടു. അന്ന് ഓസ്ട്രേലിയയിലുള്ള ചില കുട്ടികളൊക്കെ ഇവിടെ നിന്നുള്ള കണക്ഷൻ വെച്ചിട്ട് ഇത് അറിഞ്ഞ് കുറേ ആളുകൾ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യുക മാത്രമല്ല, അതിനുശേഷം പല ഉസ്താദുമാരും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന പലരും എന്നോട് പല സങ്കടങ്ങളും പറയും. പള്ളിയിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ അവർക്ക് ഇത് അഡ്വൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ്, ഇതിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഉസ്താദ് അക്കാദമി എന്ന് പറയുമ്പോൾ ഒരു ഓൺലൈൻ മദ്രസയാണ്. അതായത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇസ്ലാമിക് എഡ്യൂക്കേഷനും അതിനൊരു സിസ്റ്റമൊക്കെ ഇവിടെ ഓൾറെഡി റണ്ണിങ്ങിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ ഉസ്താദ് അക്കാദമി എന്ന് പറയുന്നത് ഒരു മോഡേണൈസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ? തീർച്ചയായിട്ടും. ട്രഡീഷണലിസം ഒട്ടും നഷ്ടപ്പെടുത്താതെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉസ്താദ് അക്കാഡമി കുറേ അപ്ഡേഷൻസ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികൾ വളരെ കുറഞ്ഞ പീരീഡ് കൊണ്ട് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഉസ്താദ് അക്കാഡമിയിലൂടെ സാധ്യമാകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലായതുകൊണ്ട് പുതിയൊരു ഭാഷ പഠിക്കേണ്ട വിഷയം കുട്ടികൾക്കില്ല. മറ്റൊരു അറബി മലയാളം എന്നുള്ളൊരു ഭാഷ പഠിക്കേണ്ട ഒരു ടാസ്ക് വരുന്നില്ല. രണ്ടാമത് റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആ ബുക്കിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതേസമയം പുതിയ കുട്ടികളുടെ തോട്ടുമായിട്ട് പുതിയ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ യാസർ മദ്രസ പഠിച്ച സമയത്ത് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഉദാഹരണമുണ്ട്. ആരാണ് ഈ മേശ ഉണ്ടാക്കിയത്? അപ്പോൾ കുട്ടികൾ പറയുന്ന ഒരു ആശാരിയാണ്. ഈ ഡെസ്ക് ആരുണ്ടാക്കിയത്? ഒരു ആശാരിയാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു ആശാരി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തെ പടയ്ക്കാൻ ഒരു സൃഷ്ടാവ് വേണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ. ഇതേ ട്രഡീഷണലിസം തന്നെ ഞങ്ങൾ വേറൊരു മെത്തേഡിലാണ് ചോദിക്കുക. അപ്പോൾ ഇംഗ്ലീഷിലാകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, വിച്ച് ഡിവൈസ് ആർ യു യൂസിങ്? ഏതാണ് ഡിവൈസ്? അപ്പോൾ കുട്ടികൾ പറയും മാക് ബുക്കാണ്. ഓ, മാക് ബുക്ക്, ഓക്കെ. അത് ഏത് മാക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കുട്ടികളോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് ആപ്പിളിൻ്റെ കമ്പനി. ആപ്പിൾ എന്ന് പറയുന്നൊരു കമ്പനിയുടെ സാധനമാണ്. ഓക്കെ, ഏതാ കാർ ഉപയോഗിക്കുന്നത്? കുട്ടികൾ പറയും BMW അല്ലെങ്കിൽ ടൊയോട്ട. ഓക്കെ, അതൊരു കമ്പനിയാണ്. അങ്ങനെ കുറേ വീട്ടിൽ സാധാരണ കുട്ടി പരിചയമുള്ള കുറേ സാധനങ്ങൾ ചോദിക്കും, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ. അതിനൊക്കെ ഒരു കമ്പനി പറയും. അപ്പോൾ കുട്ടിയോട് വീണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ്, കമ്പനി ഇല്ലാത്തൊരു സാധനം വീട്ടിൽ ഒന്ന് പറയാമോ? അപ്പോൾ നമ്മൾ അവിടെ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. സോ ഏത് വസ്തുവിനൊരു കമ്പനിയുണ്ട്, മീൻസ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്. അതേസമയം ഈ അത്ഭുതകരമായ പ്രപഞ്ചം, ഭൂമി, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ തന്നെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുമ്പോൾ അതെങ്ങനെയാണ് ലോജിക്കാവുക എന്നുള്ളൊരു ചിന്ത കുട്ടിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാൻ, പുതിയ ജനറേഷൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവുകയാണ്. ഇങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മദ്രസ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലൊക്കെ സൗജന്യമായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു വർഷത്തെ ചെറിയ വരിസംഖ്യയിലൊക്കെ കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് നമുക്ക് മദ്രസ എന്ന് പറയുന്നത്. പൈസ തന്നില്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ പുറത്ത് ആൾക്കാർ ഇതിൽ എൻറോൾ ചെയ്യുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ബിസിനസ് വയബിലിറ്റി എന്താണ് ആക്ച്വലി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം മദ്രസ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനമുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് ആളുകൾ മദ്രസ കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള സിറ്റികളൊക്കെ താമസിക്കുന്ന, ഈവൻ കൊച്ചി താമസിക്കുന്ന ആളുകളും കുട്ടികളെ കൊണ്ടുപോയി ആക്കാനുള്ള വിഷമങ്ങളും തടസ്സങ്ങളും ഒക്കെ കാരണം മദ്രസ പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്. അവരും ഒരുപാട് പേര് ഉസ്താദ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്രസ പഠനം എന്നുള്ളത് വലിയ എക്സ്പെൻസീവാണ്. അതായത് ഇപ്പോൾ GCC യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളെ GCC നമുക്ക് കൂടുതൽ കുട്ടികളുള്ളത് GCC എന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മദ്രസയിൽ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ എക്സ്പെൻസീവാണ്. കമ്പാരിറ്റീവ്ലി അവരൊരു ഡ്രൈവർ അറേഞ്ച് ചെയ്യുന്ന ഫീസ് പോലും, എമൗണ്ട് പോലും ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അത്രയും കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റിയുള്ള പഠനം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്
ഉസ്താദ് അക്കാഡമി പ്രത്യേകത. ഞാൻ ചോദിക്കുന്നത് മലയാളികൾ മാത്രമാണോ പഠിക്കുന്നത് നമ്മളുടെ ഇതിൽ? മലയാളികൾ മാത്രമല്ല, ഈവൻ പുറം രാജ്യങ്ങളിലുള്ള ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്തോനേഷ്യൻ ആളുകളടക്കം ഉസ്താദ് അക്കാഡമിയിൽ പഠിപ്പിക്കും. നമ്മൾ ഏത് ഭാഷയിലാണ്, ഇംഗ്ലീഷിലാണ് അവർക്ക് ഇത് പഠിപ്പിക്കുന്നത്? നമ്മുടെ ട്യൂട്ടേഴ്സ് എല്ലാ ഭാഷയിലും ക്ലാസ് എടുക്കുന്ന ട്യൂട്ടേഴ്സാണ്. ഞങ്ങൾ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് പ്രത്യേകം. അപ്പോൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ, ഇംഗ്ലീഷിലാണ് അധിക ട്യൂട്ടേഴ്സും ക്ലാസ് എടുക്കുക, ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുക. അവരുടെ എഡ്യൂക്കേഷനൊക്കെ എന്താ? സാധാരണ നമ്മളവിടെ നമുക്കറിയാം, ഞാനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഉസ്താദാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ എഡ്യൂക്കേഷൻ എന്താണ്? എത്ര ട്യൂട്ടേഴ്സ് ഉണ്ട്? എന്താണ് അതിൻ്റെ ഒരു ബാക്കിലെ? നമ്മൾ ട്യൂട്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ടാണ് സെലക്ട് ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ 2 വിഷയത്തിലും അറബിക്കിലും ഇംഗ്ലീഷിലും ഗ്രാജുവേഷൻ ഉള്ളവരെ മാത്രമാണ്, LLB കഴിഞ്ഞവർ, എന്തെങ്കിലും നല്ലൊരു പ്രൊഫൈലുള്ളവർ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന് തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ പഠിപ്പിക്കാൻ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നും കൂടി നോക്കിയിട്ടാണ്. 200-ലധികം ഉസ്താദന്മാർ ഇപ്പോൾ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആ പഠിപ്പിക്കുന്നതിന് കൃത്യമായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കുന്നതാണ്, ഇതിൻ്റെ ഒരു സിലബസ് ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? അതായത് EK, AP, നമുക്ക് ഷാഫി, ഹനഫി, ഇങ്ങനെ മദ്ഹബുകളും വേറെ കാറ്റഗറികളും ഒക്കെ ഉള്ള ഈ ഒരു റിലീജിയസിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിലബസ് എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? യാസ്ര ചോദിച്ച പോലെ ഈ AP, EK എന്നൊക്കെ പറയുന്നത് സംഘടനകളാണ്. അതെ, നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ടും 3 സിലബസ് ഉള്ളത്. ഒന്ന് സംസ്ഥയുടെ കീഴിൽ വരുന്ന AP സംസ്ഥ, EK സംസ്ഥ. മൂന്നാമത് ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് സംസ്ഥ തന്നെയായിരുന്നു. അക്കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് തൃശ്ശൂരിന്റെ ഇപ്പുറത്തേക്കുള്ള സ്ഥലം ദക്ഷിണേക്ക് മാറ്റി തന്നത് വേറെ സംസ്ഥയായിട്ട് അങ്ങനെയാണ് 2 വന്നിരിക്കുന്നത്. ഇതെല്ലാം സുന്നി ബേസ്ഡ് ആണ്. ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഒരേ തിയറിയാണ്, ഒരേ ആശയങ്ങളാണ്. വ്യത്യസ്തമായ പേരിൽ പുസ്തകങ്ങൾ അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോറൊക്കെ ഒന്ന് തന്നെ, എല്ലാത്തിൻ്റെയും കോറൊന്നാണ്. ഷാഫി ബേസ്ഡ് ആയിട്ടുള്ള കോറാണ് ഈ 3 സിലബസിനും പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ 3-ൽ നിന്നും ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഷാഫി, ഹനഫി പറഞ്ഞത് അത് മദ്ഹബാണ്. ലോകത്ത് ഷാഫി, ഹനഫി 4 മദ്ഹബുകളാണല്ലോ, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഈ 4 മദ്ഹബുകൾ തമ്മിലുള്ള വ്യത്യാസം ഇബാദത്തുകളിൽ മാത്രമാണ്. അഥവാ നിസ്കാരം 5 വക്താണ്, ഹജ്ജ് ശരിയാണ്, എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെയിമാണ്. കൈ എവിടെ കെട്ടണം, ഇങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഇവർ തമ്മിൽ അഭിപ്രായമുള്ളത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഷാഫിയാണ്, കൂടുതൽ സ്റ്റുഡൻസ് ഷാഫിയാണ്. അതേസമയം ഹനഫി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ട്യൂട്ടേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. ഹനഫി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉസ്താദിൻ്റെ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അതായത് ലൈക്ക് ഒരു ടച്ച് ചെയ്യുമ്പോൾ ആനിമേഷൻ വരുന്നത്, ടച്ച് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ അല്ലേ? എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ബാക്കിലൊരു ഇൻസ്പിറേഷൻ? യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ മദ്രസ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ട്. കാരണം ഫിസിക്കൽ മദ്രസയിൽ പോകുന്ന ആ ഒരു നിലവാരം കിട്ടുമെന്നുള്ളത്. നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മദ്രസയിൽ ഒരു കുട്ടിക്ക് 4 അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി വീട്ടിൽ വന്നിട്ട് ആ അക്ഷരം ക്ലിയർ ചെയ്യുന്നത് വാപ്പയോടോ ഉമ്മയോടോ ചോദിച്ചിട്ടാണ്. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് റോങ് ആണെങ്കിൽ അതായിരിക്കും ആ കുട്ടി എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യുന്നത്. ഉസ്താദ് അക്കാഡമിയിൽ നമുക്ക് കൃത്യമായ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് അറബികളുടെ പ്രൊനൗൺസിയേഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് കൃത്യമായിട്ട് സൗണ്ട് വരും. സൗണ്ട് വരുമെന്ന് മാത്രമല്ല, ഇപ്പോൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഹ, ഹ പോലുള്ള ലെറ്റേഴ്സ് അതെവിടെ നിന്നാണ് ആ ലെറ്റേഴ്സ് ഉച്ചരിക്കേണ്ടതെന്നുള്ള ഒരു ആരോ അടക്കം അവിടെ നിന്ന് കാണാൻ പറ്റും. കൃത്യമായിട്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വിഷ്വലൈസേഷൻ ആണല്ലോ ശരിക്കും നോളജ് എന്ന് പറയുന്നത്. നമ്മൾ മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങ നമ്മുടെ മനസ്സിൽ പിക്ചർ വരണം, അപ്പോഴാണ് അതിനെക്കുറിച്ച് മാങ്ങയെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാവും. എന്നതുപോലെ നിസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിക്കേണ്ട രൂപം ഞങ്ങൾ അതിനകത്ത് ആനിമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് അക്കാഡമിയിൽ ആനിമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താൽ നെക്സ്റ്റ് വീക്കിൽ ആ ഖുർആൻ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിടുകയാണ്.
ആ കുട്ടി ഒരു റോങ് ആയിട്ടാണ് അത് മനസ്സിലാക്കിയതെങ്കിൽ സാധാരണ മദ്രസ സിസ്റ്റം അനുസരിച്ച് ആ തെറ്റ് ആവർത്തിച്ച് പഠിച്ചിട്ട് കുട്ടി പിറ്റേ ആഴ്ചയിൽ ഉസ്താദിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യും. ഉസ്താദ് അക്കാഡമിയിൽ ഖുർആൻ നേരെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. വലിയ സൂറത്തുകളാകുമ്പോൾ ആദ്യം മുതൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ടുള്ള റിസൈറ്റേഷൻ അവർക്ക് കേൾക്കാം. അത് നല്ല ഭംഗിയുള്ള ഒരു ഖുർആൻ പാരായണം അതിനകത്ത് കേൾക്കാം. ഇനി ഒരു ആയത്തിലാണ് കൺഫ്യൂഷൻ എങ്കിൽ ആ ആയത്തിൻ്റെ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ആ ആയത്ത് മാത്രം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ നല്ലൊരു ട്യൂൺ പഠിച്ചെടുക്കാൻ പറ്റും, കൃത്യമായ പ്രൊനൗൺസിയേഷൻ കിട്ടും, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ആനിമേഷൻ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, നിസ്കാരം നിർബന്ധമാക്കിയത് യാസറിന് അറിയാലോ, ഇസ്രാ മിറാജിലാണ്. അള്ളാഹു നേരിട്ട് കൊടുത്ത ഗിഫ്റ്റാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമായിട്ട് രാത്രി തന്നെ തിരിച്ചു വന്നു. അന്ന് സുബ്ഹിക്ക് നിസ്കരിച്ചിട്ടില്ല, ലുഹറിനാണ് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതെങ്ങനെയാണ് നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇമാമായിട്ട് നിൽക്കുകയും റസൂലുള്ള മഅമൂമായിട്ട് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതിൻ്റെ പ്രൂഫായിട്ട് കഅബ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. കഅബയുടെ ഡോറിൻ്റെ വലതു ഭാഗത്തായിട്ട് ജിബ്രീൽ സുജൂദ് ചെയ്ത കല്ല് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞത് സുല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അത് കണ്ട് നിങ്ങൾ നിസ്കരിക്കാനാണ് പറഞ്ഞത്. അത് കണ്ടിട്ടാണ് സ്വഹാബത്ത് പഠിച്ചത്. അതായിരുന്നു നമ്മുടെ പ്രചോദനം. കൃത്യമായിട്ട് നിസ്കാരം എന്താണെന്ന് കണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടോ? കിട്ടാത്ത വലിയൊരു വിഭാഗമുണ്ട്. അതിന് അവർക്കൊരു സൊല്യൂഷൻ കൂടിയാണ് ശരിക്ക് ഈ അവരുടെ കംഫർട്ടായിട്ടുള്ള സമയത്തിരുന്ന് പഠിക്കാനുള്ള സംവിധാനം എന്നുള്ളത്. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന് എനിക്ക് ഒരു വലിയ മനസ്സിവിഷമം എന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു 2015-16 കാലഘട്ടത്തിലായിരിക്കും തോന്നുന്നു. ഞാൻ പനമ്പള്ളി നഗറിൽ ഒരു മരണം ഉണ്ടായി. അപ്പോൾ മരിച്ച വീട്ടിൽ ഞങ്ങൾ ചെന്നു. അദ്ദേഹം ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് എറണാകുളം ടൗൺ സെൻട്രൽ ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് വെച്ചു. സ്വാഭാവികമായിട്ടും ആ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അർഹതപ്പെട്ടത് അയാളുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, ഒരു 24 വയസ്സുള്ളൊരു മകനാണ്. അപ്പോൾ ആ മകനോട് ഞാൻ ചോദിച്ചു, മോൻ ഒതു എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ഒരു ക്രിയേഷനല്ല, ഒറിജിനൽ റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ തന്നെ അതിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, മോൻ ഒതു എടുത്തു എന്ന് ചോദിച്ചു. പറഞ്ഞു സർ ഞാൻ എടുത്തിട്ടില്ല, മാമ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം മാമനെ വിളിച്ചു കൊണ്ടുവന്നു. എൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചു, മാമ എന്തോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ മാമനോട് ചോദിച്ചു, എന്താണ് ഉസ്താദ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവനോട് ഒതു എടുത്തിട്ടുണ്ടോ വാപ്പാടെ മയ്യത്ത് നിസ്കരിക്കാൻ. എടുത്തിട്ടില്ല എന്ന് അവൻ ആൻസർ പറഞ്ഞു. എടുക്കാൻ ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ മാമ എന്നെ ഒരു സൈഡിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ അവന് അതറിയില്ല, ഒതു എന്താണെന്നറിയില്ല, അവൻ വേറെ എന്തോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവനെ ഒതു എടുപ്പിച്ചിട്ട് കൊണ്ടുവന്നാളാണ്. ഇത് റീസെൻ്റ്ലി ഉണ്ടായൊരു എൻ്റെ ഒരു റിയൽ അനുഭവമാണത്. ഒതു എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത അങ്ങനത്തെ ഒരു വലിയ സമൂഹം ഉണ്ട്. അതിന് അവർക്ക് പറയാൻ കൃത്യമായ റീസൺ ഉണ്ടാവും. അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ മേഖലകൾ, അവർക്ക് പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ സുബിഹിക്ക് മുമ്പ് ഒരു വലിയ പ്രസിദ്ധനായ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഖുർആൻ പഠിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പകൽ വന്നാൽ ഷെയ്മാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പഠിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഈ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു സമയമാണ്. ഇവിടെ ഇസ്ലാമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഭയങ്കര മാൻഡറ്ററി ആണോ? അതായത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ പോരെ, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും രണ്ടും രണ്ട് സൈഡാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡാണ്, ഫോർമൽ എഡ്യൂക്കേഷനും ഇസ്ലാമിക് എഡ്യൂക്കേഷനും. കാരണം ഇപ്പോൾ യാസർ കോളേജിൽ പഠിച്ച സമയത്ത് എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ കുട്ടിയുടെ ഭ്രൂണം എങ്ങനെ വളരുന്നു, ക്രോമസോമുകൾ എങ്ങനെ സമ്മേളിക്കുന്നു, ആൺകുട്ടിയാകുന്നത് എങ്ങനെ, പെൺകുട്ടിയാകുന്നത് എങ്ങനെ, ഉമ്മയുടെ പ്രസവം നടത്തുന്നത് എങ്ങനെ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഉമ്മയോട് ഈ മകനുള്ള കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. ഇവിടെയാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ പ്രസക്തി.
വർഷങ്ങളോളം ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന ആളുകളും സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്നു എന്നതല്ലാതെ നിനക്ക് ജന്മം നൽകിയ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിന്റെ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് മോനെ സ്വർഗം എന്ന് പഠിപ്പിക്കുന്ന ആ സ്നേഹത്തിൻ്റെ, ആ ഇഷ്ടത്തിൻ്റെ, കടമയുടെ അധ്യായങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം വേണം. അതില്ലാതെ പോയത് കൊണ്ടാണ് ഇന്ന് ഫാമിലി കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു ജനത വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്, മാൻഡേറ്ററി തന്നെയാണ്. ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, എന്നോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഉസ്താദിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിൽ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയാണ് നിങ്ങളുടെ വിഷൻ എന്നുള്ളത്. എനിക്കതൊന്ന് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ഇസ്ലാം എപ്പോഴും അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു റിലീജിയനാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ ഓരോ അപ്ഗ്രേഷനായിരുന്നു ഓരോ പ്രവാചകന്മാരും. ഇന്ന് ഇസ്ലാം ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു മതമാണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷണലിസവും ഇസ്ലാമിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ വിഷയത്തിലും ആ ഒരു പ്രൊഫഷണലിസം വരണം. ടെക്നോളജിയിലും ഡ്രസ്സിങ്ങിലും എല്ലാത്തിനും ഒരു കൃത്യമായ, അതെനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തോന്നിയിട്ടുള്ളത് യൂറോപ്യൻ കൺട്രികളിലുള്ള ആളുകൾ നടക്കുന്ന ചില ദേവ പ്രവർത്തനങ്ങൾ, വളരെ പ്രൊഫഷണലായിട്ട് ഉള്ള ചില ദേവ പ്രവർത്തനങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള എൻ്റെ ഒരു വിഷനാണ് ഒരു IT പാർക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷന് വേണ്ടി ആർക്കും കൃത്യമായിട്ട് സംശയ നിവാരണം കൊടുക്കാൻ പറ്റുന്ന, ലോകത്തെ ആര് എന്തു ചോദിച്ചാലും കൃത്യമായിട്ട് എവിഡൻസോടു കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, പ്രൂഫ് ചെയ്യാൻ പറ്റുന്ന, സയൻറ്റിഫിക്കായിട്ട് നല്ല നോളജുള്ള, ഹൈ പ്രൊഫൈലായിട്ടുള്ള ഉസ്താദന്മാരെ വച്ചിട്ട് ഒരു വലിയ സംരംഭം തന്നെ വേണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള തുടക്കങ്ങളാണിപ്പോൾ. തീർച്ചയായിട്ടും ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവട്ടെ. എന്തായാലും ഇനിയുള്ള വർഷങ്ങളിൽ നമ്മളൊക്കെ ഉള്ളിൽ ഇപ്പോൾ ഓൺലൈൻ മദ്രസ എന്ന് പറയുമ്പോൾ ഉസ്താദ് അക്കാദമി തന്നെയാണ്. ഇത് ഈ പറഞ്ഞ കേരളം, GCC മറ്റ് രാജ്യങ്ങളൊക്കെ വിട്ട് ലോകമെമ്പാടും എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.